നമ്മുടെ ഇന്ത്യയിൽ നിന്നും അയൽ രാജ്യമായ നേപ്പാളിലേക്ക് ട്രെയിൻ വഴി ഇന്നൊരു യാത്ര പോവുകയാണ്. ഞങ്ങളിപ്പോൾ ഉള്ളത് ഇന്ത്യ നേപ്പാൾ ബോർഡറായ ബീഹാറിലെ ജയനഗർ എന്നൊരു സ്ഥലത്താണ്. ഇവിടെ നിന്നാണ് നേപ്പാളിലേക്ക് ഡയറക്റ്റായി ട്രെയിൻ സർവീസ് ഉള്ളത്. നേരെ ഇനിയിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. 200 മീറ്റർ ഉണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക്. ഇവിടെ ഒരുപാട് നേപ്പാൾ വണ്ടികളുണ്ട്. ഈ പോകുന്ന സ്കൂട്ടറൊക്കെ നേപ്പാൾ വണ്ടികളാണ്. ഇതാണ് ഇന്ത്യൻ റെയിൽവേയുടെ ജയനഗർ റെയിൽവേ സ്റ്റേഷൻ. ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് നേപ്പാൾ റെയിൽവേയുടെ ജയനഗർ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. അത് നമുക്ക് ഇതുവഴി കയറി പോകാം. ഈ സ്റ്റേഷൻ്റെ മുന്നിൽ തന്നെ വന്നാൽ ഒരുപാട് ആൾക്കാർ വന്നിരിക്കുന്നതാണ്. നമുക്ക് ഇവിടുന്ന് നമ്മുടെ ഇന്ത്യൻ റുപ്പീസ് നേപ്പാൾ കറൻസിയിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഇന്ത്യൻ രൂപ 1000 രൂപ നേപ്പാളി റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഏകദേശം 1700 നേപ്പാളി റുപ്പീസാണ് കിട്ടിയത്. ഇതാണ് വരുന്നത് നേപ്പാളി റുപ്പീസ്. നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ ജയനഗർ റെയിൽവേ സ്റ്റേഷൻ ഇവിടെയാണ്. ഒരുപാട് ട്രെയിനുകളൊക്കെ ഉള്ളത് നമുക്ക് കാണാം. ഇവിടെയാണ് നേപ്പാൾ റെയിൽവേയുടെ ജയനഗർ റെയിൽവേ സ്റ്റേഷൻ. ഈ ജയനഗർ റെയിൽവേ സ്റ്റേഷനൊക്കെ വരുന്നത് ഇന്ത്യയിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ 2 സ്റ്റേഷനും ഒരേ ഭാഗത്ത് തന്നെയാണുള്ളത്. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ നേരെ പോകുന്നത് കസ്റ്റംസിൻ്റെ ചെക്കിംഗ് ഉള്ള ഭാഗത്തേക്കാണ്. ഇന്ത്യയിൽ നിന്ന് നേപ്പാളിലേക്കുള്ള ഈ റെയിൽപാത ഉദ്ഘാടനം ചെയ്തത് 2022 ഏപ്രിൽ 2-നാണ്. ഇരു രാജ്യങ്ങളുടെയും പ്രധാനമന്ത്രിമാരാണ് ഇത് ഫ്ലാഗ് ഓഫ് ചെയ്തത്. ടിക്കറ്റൊക്കെ എടുത്ത് നേരെ പ്ലാറ്റ്ഫോമിൽ കയറിയിരിക്കുകയാണ്. ഞങ്ങളിന്ന് പോകുന്നത് ജയനഗറിന് നേപ്പാളിലെ ജനക്പൂർ ധാം എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനേക്കാണ്. ക്യൂ നിൽക്കുന്ന സമയത്ത് ഇന്ത്യൻ രൂപയാണ് ഞാൻ അവിടെ കൊടുത്തത്, 200 രൂപ. ഒരുപാട് നേപ്പാളീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ തിരിച്ച് തന്നത്, ബാലൻസ് ആയിട്ട് തന്നത് നേപ്പാളി റുപ്പീസാണ്. 200 രൂപ കൊടുത്ത സമയത്ത് ബാക്കി നേപ്പാളി റുപ്പീസ് 150 രൂപയാണ് തിരിച്ച് കിട്ടിയത്. ജനക്പൂരിലേക്ക് ടിക്കറ്റ് ചാർജ് വന്നത് ഒരാൾക്ക് 70 രൂപയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളിന്ന് പോകുന്ന റൂട്ട് എന്ന് പറയുമ്പം ഇലക്ട്രിഫൈഡ് അല്ല, ഡീസലാണ്. അതായത് പോകുന്ന ട്രെയിൻ DEMU ആണ്. അങ്ങനെ ട്രെയിൻ ഇതാ കടന്നുവരികയാണ്. ഈ ട്രെയിൻ നേപ്പാൾ റെയിൽവേസിന്റെ ആണ്. നേപ്പാൾ. ഇപ്പോൾ നമ്മൾ നേപ്പാളിലേക്ക് കയറിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് മിക്കവാറും കസ്റ്റംസിന്റെ ചെക്കിംഗ് ഒക്കെ ഉണ്ടാവും. സ്റ്റേഷന്റെ പുറത്തേക്ക് ഇറങ്ങാണ്. ഒരു ചെക്കിംഗ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇന്ത്യയിലെ ജയനഗർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 29 കിലോമീറ്റർ യാത്ര ചെയ്ത് ഞങ്ങളിപ്പോൾ നേപ്പാളിലെ ജനക്പൂർ ധാം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ട്രെയിനിൽ വന്നിറങ്ങിയവരുടെ തിരക്കാണ് ഈ കാണുന്നത്. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്, നമ്മൾ ഇന്ത്യയിൽ നിന്ന് നേപ്പാളിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ രേഖകൾ കയ്യിൽ കരുതണമെന്ന്. നിലവിൽ നമ്മൾ ഇന്ത്യക്കാർക്ക് വിസയോ അല്ലെങ്കിൽ പാസ്പോർട്ടോ ഒന്നും തന്നെ നേപ്പാളിലേക്ക് വരുമ്പം ആവശ്യമില്ല. അതായത് നമുക്ക് സാധാരണ ഇലക്ഷൻ ID കാർഡ് ഇല്ല, നമ്മുടെ വോട്ടർ ID കാർഡ്, അത് മാത്രം മതി. ചെക്കിങ് ചെയ്യുന്ന സമയത്ത് അതൊക്കെ കാണിച്ചാൽ മതി. പക്ഷേ നമ്മളിപ്പോൾ വരുന്ന സമയം, അതായത് ഇന്ത്യയിൽ നിന്ന് വരുന്ന സമയത്തോ അല്ലെങ്കിൽ ഇവിടെ നേപ്പാൾ ഇറങ്ങിയ സമയത്തോ യാതൊരു വിധ ചെക്കിങ് തന്നെ ഉണ്ടായിട്ടില്ല.